കളങ്കാവൽ ഈ സിനിമ ഇന്നും സ്റ്റഡി കളക്ഷനിൽ മുന്നേറുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. 4000-5000 ടിക്കറ്റൊക്കെ പെർ അവർ ബുക്കിംഗ് ഉണ്ട്. ഒരുപക്ഷെ ചിലപ്പം ചില സമയത്തൊക്കെ 5000 കൂടുതൽ ബുക്ക് മൈ ഷോയിൽ മാത്രം തന്നെ ഉണ്ട്, നേരിട്ടുള്ള അല്ലാതെ ബുക്കിംഗ് അല്ലാതെ. കാരണം ഈ ജോണർ ഒരു സിനിമ, ഈ പറഞ്ഞ പോലെ പാട്ടും ഡാൻസും ഫൈറ്റും ഒന്നും ഇല്ലാത്തൊരു സിനിമ, പ്രത്യേകിച്ച് 2 കഥാപാത്രങ്ങളെ മാത്രം വെച്ച് മുന്നോട്ട് പോകുന്നൊരു സിനിമ കാരണം ഇത്രയധികം പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. 5 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഏകദേശം 55 കോടി പ്ലസ്, 4 ദിവസം 50 കോടി പ്ലസ് കഴിഞ്ഞു വേൾഡ് വൈഡ്. കേരളത്തിൽ തന്നെ ഒരു 2.5-3 കോടിക്ക് എടുത്തുണ്ട്. വേൾഡ് വൈഡ് GCC ഉൾപ്പെടെ 55 കോടി പ്ലസ് ഉണ്ട്. അടുത്ത 2 ദിവസം ചിലപ്പം ബുധൻ വ്യാഴം ഇച്ചിരി കളക്ഷൻ കുറയാനാണ് സാധ്യത. പൊതുവെ വെള്ളി ശനി ഞായർ വീണ്ടും ഇങ്ങനെയുള്ള സിനിമകൾക്ക് കളക്ഷൻ കൂടുതൽ അവധിയോടാണ്. വെള്ളി ശനി വേറെ പടങ്ങളും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കളക്ഷൻ, ഒരു നല്ലൊരു കൊമേഴ്സ്യൽ എലമെൻ്റ് കിട്ടുന്ന കളക്ഷൻ, സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ കളങ്കാവലിന് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഇതിനുള്ള 100% ക്രെഡിറ്റ് ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ തയ്യാറായി. ഇത് സിനിമ സാധാരണ നിർമ്മാതാക്കൾ നിർമ്മിക്കത്തില്ല. മമ്മൂട്ടി കമ്പനിക്കും പിന്നെ അഭിനയിച്ച എല്ലാ താരങ്ങളും, പ്രത്യേകിച്ച് മമ്മൂട്ടി, വിനായകൻ രക്ഷയിൽ ഇവരുടെ പ്രകടനം കാണാനാണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ കയറുന്നത്. പിന്നെ ടെക്നിക്കൽ വശങ്ങളെല്ലാം സൂപ്പറാണ്. പ്രത്യേകിച്ച് അതിൻ്റെ എടുത്തു പറയേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ചെയ്ത അന്നേരം ഇവരെല്ലാം ഗംഭീരമായിട്ടുണ്ട്. എന്നാലും എത്ര വരെ പോകും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. 100 കോടി രൂപയോ 75 80 എന്നൊക്കെയുള്ളതാണ് ഇനിയുള്ള ഇതിനകത്തുള്ള ചർച്ചകളല്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ കളങ്കാവൽ മുന്നോട്ട് പോകും.